ഞാൻ ഒന്നുകൂടി പറയട്ടോ, അതെന്താന്ന് വെച്ചാൽ ആദം നബിയുടെ സന്താന പരമ്പരകളിൽ സത്യനിഷേധികളും മുശ്രിക്കുകളും മുഅ്മിനുകളും പ്രവാചകന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ, അവർ എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാവരുടെ കുഫറും, കേരളത്തിലെ സമസ്തയുടെ കുഫറും 2 തുലാസിൽ വെച്ച സമസ്തയുടെ കുഫർ കനന്തൂകും. ഇവരുടെ എല്ലാവരുടെ കുഫറും അതിൻ്റെ താഴെയാ, ഇവരുടെ കുഫർ അതിൻ്റെ മേലെയാ. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു, ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. അപ്പൊ ആലോചിച്ച് നോക്ക്, ഇവരുടെ തൗഹീദ് എവിടെയാണ്? ഈ വിസ്ഡം ടീമിന്റെ ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ നടക്കുന്ന നല്ല നല്ല അനുയായികളുണ്ട്. സാധുക്കൾ വിചാരിച്ചത് ഇവരുടെ ഈ താടിയും രൂപഭാവങ്ങളൊക്കെ കാണുമ്പോ ഇവരെന്നെയാണ് ഈ മങ്ങനൊറ്റു പോവുകയല്ലേ. അല്ല, തൗഹീദിൽ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പഠിപ്പിച്ചതിൽ നിന്ന് ബഹുദൂരം ഇവർ അകന്നു പോയിട്ടുണ്ട്. അതായത് ഫിറൗൻ ഇവരെക്കാൾ മെച്ചമായിരുന്നു, അബൂജഹൽ ഇവരെക്കാൾ മെച്ചമായിരുന്നു. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവർ, എനിക്ക് 2 ഞെട്ടലുകൾ ഉണ്ടായി. എന്റെ ഫോണിൽ കിടക്കേണ്ട ആ വോയിസ് ഞാൻ പലതവണ സലാം പറഞ്ഞിട്ട് ഈ കേന്നന്മാരെ സലാം മടക്കണില്ല. സലാം മടക്കാതിരുന്നപ്പോ അവനെനിക്കൊരു വോയിസ് അയച്ചു. ആ വോയിസ് എന്താ പറയുന്നത്? ഞാൻ അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്, അതുകൊണ്ടാണ് സലാം മടക്കാത്തത്. കേന്നന്മാരനാട്ടോ പറയണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഞാൻ ആരാണ്? അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്. ഇത്